ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ ഏട്ടനുമായിട്ട് വിക്രം ഡീലൊക്കെ ഉറപ്പിച്ച് വരുമ്പോൾ വേദ ആ ബൈക്കിന്റെ അടുത്ത് നിന്ന് വെയിൽ കൊള്ളാണ് കേട്ടോ. എന്തൊരു ചൂടാ! ഇവിടെ നിന്നപ്പോൾ കരിഞ്ഞു പോകുമെന്ന് തോന്നി. ഉള്ളിലേക്ക് പോയപ്പോൾ എന്നെ കൂട്ടിയിരുന്നെങ്കിൽ എന്താ ഒരു കുഴപ്പം എന്നും ചോദിച്ച് ബൈക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒന്ന് നിൽക്ക്, നിന്റെ ഷോ ഒക്കെ കഴിഞ്ഞു, നിനക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയണേ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആൾ തന്നെ വീട്ടിൽ കൊണ്ടുവിടണം എന്ന് പറയുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്, അവിടെ പോയി പറഞ്ഞോ എന്ന് പറഞ്ഞ് വിക്രം ബൈക്കുമായിട്ട് പോവാണ്. അവിടെ നിന്ന് വേദ ആകെ സങ്കടത്തിലാവാണേ. തുടർന്ന് വേദ വീട്ടിലെത്തുകയും കമല കാണുമ്പോൾ തന്നെ ഇവരൊക്കെ പറഞ്ഞപ്പോൾ മോളെ എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, സത്യാണമ്മേ, അവൻ മാറ്റ്നി ഷോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവളെ കൊണ്ടുപോയത്. ഇവള് വഴിക്ക് വെച്ച് എന്തെങ്കിലും അവന്റെ മെക്കെട്ട് കയറി കാണും. അവന്റെ സ്വഭാവം നമുക്കറിയില്ലേ, അവൻ വല്ല വഴിയിലെ ഇറക്കി കാണും, അതായിരിക്കും ഇവളിങ്ങ് പോന്നത് എന്ന് പറയണേ. നന്ദിനി, നീ ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ ചോദിച്ചോളാന്ന് പറയാട്ടോ കമല. എന്താ മോളെ ഉണ്ടായേ എന്ന് കമല ചോദിച്ചതും വേദ ഒരൊറ്റ കരച്ചിലാണേ. ഓ, അടുത്ത നാടകവും തുടങ്ങി. ഇവരൊക്കെ ഇതിൽ വീണു പോകുന്നുണ്ടല്ലോ, അതാ എനിക്ക് എന്ന് പറഞ്ഞ് നിൽക്കട്ടോ നന്ദിനി, നീ ഒന്നും മിണ്ടാതിരിക്കെ, നീ ഉള്ളിലേക്ക് കയറിപ്പോ. ശ്രീജയ മോളെ, നീ ഉള്ളിലേക്ക് പോ എന്ന് പറയുമ്പോൾ വേദയാണെങ്കിൽ ഒരു കണ്ണിറക്കി കാണിച്ചു കൊടുക്കാട്ടോ. ശ്രീജയടത്തി ഇങ്ങ് വന്നേ, ഇവൾ എന്നെ കണ്ണിറക്കി കാണിക്കുന്നു. എൻ്റെ നന്ദിനി, നീ ഒന്ന് ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് ശ്രീജ കൂട്ടിയിട്ട് പോവാണ്. എന്താ മോളെ ഉണ്ടായേ, നീ പറ എന്ന് പറയുമ്പോൾ വേദ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. ഇവൻ എന്താ ഭ്രാന്താണോ, അവൻ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. ഒന്നും വേണ്ടമ്മേ, ചോദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. വിക്രം പലപ്പോഴും പല മൂഡില എന്ന് പറയാൻ കേട്ടോ. നമ്മൾ എങ്ങനെയാ മോളെ അവന്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കുക? കൗൺസിലിങ്ങിന് കൊണ്ടുപോകാ എന്ന് വെച്ചാൽ അവൻ വരില്ലല്ലോ. അത് വേണ്ടമ്മേ, അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വിക്രമിന് എന്തോ അസുഖം ഉണ്ടാക്കി എന്ന് വിളിച്ചു പറയും. ദൈവം എന്നെ വിക്രമിന്റെ ഭാര്യയായി ഭരിച്ചിട്ടുണ്ടെങ്കിൽ വിക്രമിന്റെ സ്വഭാവം മാറാനും ദൈവം നമുക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു തരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എത്ര കാലം എന്ന് വെച്ചാൽ വേദ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് അമ്മേ എന്ന് പറയട്ടെ വേദ. അമ്മയ്ക്കും ആഗ്രഹമില്ലേ വിക്രമിന്റെ സ്വഭാവം മാറണമെന്ന്? അതെന്ത് ചോദ്യം മോളെ, എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവൻ ഭാര്യയെയും കുട്ടികളോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ? എല്ലാ അമ്മമാരെ പോലെയും എനിക്കും ആഗ്രഹമുണ്ട്. എങ്കിലമ്മ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഏയ് മോളെ, അതൊന്നും അവൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവന് ദൈവത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തവനാ. ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നു പോയമ്മേ. ഞാനാണ് നേർന്നതെന്ന് പറഞ്ഞാൽ വിക്രം കേൾക്കില്ല. അമ്മയാണ് നേർന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിക്രം കേൾക്കാനും മതി. അതുകൊണ്ട് അമ്മ തന്നെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട്, ഞാനൊന്ന് പറഞ്ഞു നോക്കാം, കേൾക്കുമോ എന്ന് അറിയില്ല എന്ന് പറയണേ. എന്നിട്ട് അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം വേദ നിന്ന് പറയുന്നുണ്ട്, നട്ടപ്പൊരി വെയിലത്ത് നിന്നല്ലേ വിക്രമാദിത്യൻ ഷോ കാണിച്ചത്? വേദാള ഇറങ്ങുന്നതേ രാത്രിയിലാ, ഞാനും നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നും പറഞ്ഞ് അങ്ങ് കയറിപ്പോവാണ് വേദ. അങ്ങനെ അന്ന് രാത്രി വിക്രം എത്തുമ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അമ്മ എന്താ ഈ പറയുന്നേ? രാത്രി മുഴുവൻ ഭജന ഇരിക്കാനോ? എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല. നിനക്കിപ്പോ ദശാസന്ധിയാണ്, ശനിയുടെ അപഹാരമുണ്ട്. അതുകൊണ്ട് ദീപാരാധനയ്ക്ക് മുൻപ് അമ്പലത്തിലെ മണ്ഡപത്തിൽ പോയിരുന്ന പിറ്റേന്ന് ഉഷപൂജ കഴിഞ്ഞ് നമുക്കിങ്ങോട്ട് തിരിച്ചു വരാലോ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എല്ലാം കൂടി 10-12 മണിക്കൂറല്ലേ ഉള്ളൂ, അതിനായിപ്പോ നീ മിണ്ടരുത്. നീയോ അന്ധവിശ്വാസത്തിന്റെ ഒരു കൂട്ടിൽ നിന്നാ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് എൻ്റെ അമ്മയെ പഠിപ്പിക്കാൻ വേണ്ടി നീ നോക്കുന്നോ? അമ്മ ഇവള് പറഞ്ഞിട്ടല്ലേ ഇതിനൊക്കെ മുതിരുന്നത്? മക്കളുടെ ജാതകം ജ്യോത്സ്യം നോക്കാൻ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണല്ലോ. അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോവാം, എന്നിട്ട് രാത്രി വിക്രമും വേദയും അവിടെ തങ്ങട്ടെ എന്ന് കമല പറയുമ്പോഴേക്കും ഞാൻ ഇവളോ? അപ്പോഴേക്കും നന്ദിനി, ഭജന ഇരിക്കേണ്ടത് വിക്രമല്ലേ, അതിനെന്തിനാ ഇവള് പോകുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഇടത്തി ഭജന ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കേണ്ടത് ഏട്ടന്മാരുടെ ഭാര്യയല്ലല്ലോ, സ്വന്തം ഭാര്യ തന്നെ വേണ്ടേ എന്ന് ശ്രീജ ചോദിക്കാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്